ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് ഡേ 3 ഓഫ് ക്ലീനിങ് മൈ അപ്പാർട്ട്മെൻ്റ് ആണ്. ഇന്നലെ ഞാൻ റൂം മാത്രമേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇന്നലെ രണ്ടും വൃത്തിയാക്കണം എന്നും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിഞ്ഞത്, പക്ഷേ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഉറപ്പായിട്ടും ഈ ലിവിങ് ഏരിയ വൃത്തിയാക്കുന്നതായി. കണ്ടില്ലേ, ഈ റൂമിനൊരു മെച്ചോ ഇല്ല. ഇനിയിപ്പം ഈ പെട്ടികളൊക്കെ ഞാൻ എന്തായാലും സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഈ പെട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് താഴെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണം. സ്റ്റോർ റൂമിൽ നന്നായിട്ട് പൊടി കയറും കേട്ടോ. അതുകൊണ്ടാണ് കിട്ടിയ കവർ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പൊതിയാനാണിപ്പോൾ നോക്കുന്നത്. ഇതിനായിട്ടൊരു കവറ് ഇല്ല, അതുകൊണ്ട് ഉള്ള പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് ഏതാണ്ട് സെറ്റാക്കി കേട്ടോ. ഇനി ഇതൊക്കെ താഴെ കൊണ്ടുവെക്കണം. ഭാഗ്യത്തിന് ഇന്ന് ചേട്ടന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എൻ്റെ കൂടെ താഴെ കൊണ്ടുവെക്കാൻ ഒരാളായി കേട്ടോ. അല്ലെങ്കിൽ ഇത് 4 താഴെ കൊണ്ടുവെക്കുമ്പോഴത്തേനും ഞാനൊരു പരുവാവും. കാരണം ഇത് എംറ്റി അല്ലല്ലോ, ഇതിനകത്ത് നിറയെ ഡ്രസ്സ് ഇരിക്കുകയല്ലേ. ആ നീലപ്പെട്ടിയുടെ കവറൊക്കെ പോയി കേട്ടോ. സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നില്ല, മറ്റേ ചെറിയ സെല്ലോ ടേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ സ്റ്റോർ റൂമിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് തിരിഞ്ഞ് സ്റ്റോർ റൂമിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. എന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല, പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എൻ്റെ ബർത്ത്ഡേയിലെ ഐറ്റംസൊക്കെ അവിടെയാണ് പുള്ളി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പെട്ടിയൊക്കെ താഴെ കൊണ്ടുവച്ചു. അത് കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരമായി. ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കി, പിന്നെ ലഞ്ച് കഴിച്ചു, പിന്നെ വെറുതെ കിടന്നു. അങ്ങനെ ഇതെന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര മടി. എനിക്ക് ഈ ലിവിങ് ഏരിയ ഇന്നൊന്നും ഞാൻ തീർക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ ആ ഡിസ്ട്രക്ഷൻ. ഇത് വൃത്തിയാക്കാതെ എനിക്കിനി ഒരു സമാധാനം കിട്ടത്തില്ല. സമയം കളയണ്ട, തുടങ്ങാല്ലേ. ഈ ഏരിയയിൽ കുറച്ച് അൽത്തുകുൽത്ത് സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാമേ. അങ്ങനെ ആ ഒരു ഏരിയ ഒരുവിധം ഞാൻ അടുക്കി പെറുക്കി വെച്ചേട്ടോ. ഇനി അടുത്തത് ഈ കബോർഡാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം. ഇതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഈ ചെറിയ ചെറിയ മെമ്മറീസൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്, വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ്സ്, അതൊക്കെ ഞാൻ ഇതിനകത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. ഡിലീറ്റ് ആയിപ്പോയി, റീസൈക്കിൾ ബിന്നിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഡിലീറ്റ് ആയിപ്പോയി. എൻ്റെ ഒരു കയ്യിലിരിപ്പ് കാരണം തന്നെ ആയിരിക്കണം. ഏതായാലും ഷൂറാക്ക് ഏരിയ വൃത്തിയാക്കുന്നതിൻ്റെ ആ ഒരു ക്ലിപ്പിംഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ഷൂട്ട് ചെയ്ത് അത് ഞാനിപ്പോൾ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയയുടെ ഫൈനൽ ലുക്ക്. ഒരാഴ്ചയോളം ആയി കേട്ടോ ഞാൻ വീട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വീണ്ടും സാധനങ്ങളൊക്കെ എടുക്കുമ്പം അവിടെ ഇവിടെയൊക്കെ മാറും, അപ്പം വീണ്ടും വൃത്തികേടാവും. പക്ഷെ അന്ന് കുറച്ചുകൂടെ നന്നായിട്ടായിരുന്നു കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്തത്. എനിവേസ് ഇതായിരുന്നു കേട്ടോ വീടിൻ്റെ ലിവിങ് ഏരിയയുടെ ഒരു ഫൈനൽ ലുക്ക്. ഇതിലും വൃത്തി ഉണ്ടായിരുന്നു അന്ന്. പോട്ടെ, സാരില്ല. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.